അറബിക്കടലിൽ കത്തിയ ചരക്കുകപ്പൽ വാൻഹായ് 503 നാവികസേനയുടെ പൂർണ്ണ നിയന്ത്രണത്തിലായി. കപ്പലിനെ ഇരുമ്പ് വടവുമായി ബന്ധിപ്പിച്ചു. കാലാവസ്ഥ അനുകൂലമായാൽ കപ്പലിനെ അടുത്ത ദിവസം പുറംകടലിലേക്ക് വലിച്ചുകൊണ്ടു പോകും. കപ്പൽ ചാലിനു പുറത്ത് സുരക്ഷിതമായി കപ്പലിനെ മാറ്റാനാണ് ഇപ്പോൾ തീരുമാനം. എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്യാമ, നാവികസേന അറിയിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? കപ്പലിലെ തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതിനെ പൂർണ്ണമായും നിയന്ത്രണത്തിൽ കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ അതിനെ പുറംകടലിലേക്ക് മാറ്റി അപകടം ഒഴിവാക്കാനായിരിക്കും ഇനി നാവികസേന ശ്രമിക്കുക, അല്ലേ? വിജയകുമാർ, തീർച്ചയായും ഈ വാൻഹായ് 503 എന്ന കപ്പലിനെ പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കാൻ കഴിഞ്ഞു എന്നത് വലിയൊരു നേട്ടമാണ്. അതിന് പുറമെയാണ് കഴിഞ്ഞ ദിവസം ആരംഭിച്ച ദൗത്യം. അതായത് ഒഴുകി നടന്ന ആ കപ്പലിനെ ഇരുമ്പ് വടം ഉപയോഗിച്ച് മറ്റൊരു കപ്പലുമായി ബന്ധിപ്പിക്കുക. ആ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നാവികസേന അറിയിച്ചിരിക്കുന്നത്. അതിന്റെ ആ ദൗത്യത്തിന്റെ ചിത്രങ്ങളും നാവികസേന പുറത്തുവിട്ടിട്ടുണ്ട്. ഹെലികോപ്റ്ററിൽ എത്തുന്ന ദൗത്യ സംഘം, സാൽവേജ് ടീം, അവർ ആ കപ്പലിലേക്ക് ഇറങ്ങുകയും അതിനെ അവിടെ നിന്ന് ഇരുമ്പ് വടം കൊണ്ട് കപ്പലിനെ മറ്റൊരു കപ്പലിലേക്ക് ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇനി ഈ ചരക്ക് കപ്പലിനെ പുറംകടലിന് പുറത്തേക്ക് കാലാവസ്ഥ അനുകൂലമായാൽ വളരെ വേഗത്തിൽ കൊണ്ടുപോകും. അവിടെ നിന്ന് അന്താരാഷ്ട്ര കപ്പൽച്ചാലിന് പുറത്തുകൂടി സുരക്ഷിത പാതയിലൂടെ മാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അവിടെ എത്തിയ ശേഷമായിരിക്കും മറ്റു കാര്യങ്ങൾ. അതോടെ തീരത്തുയരുന്ന ഭീഷണിക്ക് കൂടി അവസാനമാകും, നിലവിലുള്ള ഭീഷണിക്ക് കൂടി അവസാനമാകും. പിന്നീടുള്ള പാരിസ്ഥിതിക ഭീഷണികൾ ഉൾപ്പെടെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും കപ്പലിനെ വളരെ വേഗത്തിൽ ഇവിടെ നിന്ന് മാറ്റുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ വിജയത്തിലേക്ക് എത്തുന്നത്. ഇതാണ് ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ. നാവികസേന, കോസ്റ്റ് ഗാർഡും ഒക്കെ പങ്കുവയ്ക്കുന്ന ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ ഇതാണ്. കപ്പലിനെ പൂർണ്ണമായും നിയന്ത്രണത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കപ്പൽ ചാലിന് പുറത്ത് സുരക്ഷിതമായി അതിനെ മംഗ്ലൂർ ഭാഗത്തേക്ക് മാറ്റാനാണ് ഇപ്പോൾ തീരുമാനം. അത് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ നാളെ തന്നെ അത് നടക്കും. ശ്യാമ, ഒരു കാര്യം കൂടി, കാലാവസ്ഥ അനുകൂലമെന്ന് പറയുമ്പോൾ എന്താണ് ഈ ദിവസങ്ങളിലെ സാഹചര്യം എന്ന് നമുക്കറിയില്ല. കനത്ത മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കപ്പൽ തീപിടിച്ച പ്രദേശത്ത് പെയ്തു എന്ന് കാലാവസ്ഥാ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇന്നും അല്ലെങ്കിൽ ഈ ദിവസങ്ങളിലൊക്കെ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയില്ല. ഇപ്പോഴത്തെ നിലയിൽ നാളെ തന്നെ കപ്പലിനെ മാറ്റാൻ കഴിയുമെന്നാണ് നാവികസേനയും കോസ്റ്റ് ഗാർഡും കരുതുന്നത്, അല്ലേ? കാലാവസ്ഥ ഇനിയും മോശമായില്ല എങ്കിൽ അങ്ങനെ കരുതാം, അല്ലേ? വിജയകുമാർ, 24 മണിക്കൂറും നീളുന്ന ദൗത്യം തന്നെയാണ് അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ അനുകൂലമായാൽ ഈ കപ്പലിനെ പൂർണ്ണമായിട്ടും അവിടെ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് നമ്മളുടെ രക്ഷാസേനകൾക്കും രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഉള്ളത്. ഏതായാലും അത് ഒരു ദിവസം കൊണ്ട് സാധിക്കുമോ എന്നുള്ളതിൽ വ്യക്തതയില്ല. അത്തരം കാര്യങ്ങളെക്കുറിച്ച് നേവിയും ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. പക്ഷേ നിലവിലെ കാലാവസ്ഥയിൽ അത് അനുകൂലമാണെങ്കിൽ വളരെ വേഗത്തിൽ അതിനെ അന്താരാഷ്ട്ര കപ്പൽച്ചാലുകൾക്ക് പുറത്തേക്ക് കൊണ്ടുപോവുക എന്നുള്ളൊരു ദൗത്യമാണ് ആദ്യം നിർവഹിക്കാനുള്ളത്. കാരണം മറ്റ് കപ്പലുകൾക്ക് ഭീഷണിയാകാത്ത സാഹചര്യം ഉണ്ടാക്കണം. അതിനുശേഷം അതിനെ സമാന്തര പാതയിലൂടെ മാംഗ്ലൂരിലേക്ക് മാറ്റും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ദൗത്യം വളരെ വേഗത്തിൽ ചെയ്യുമെന്ന പ്രതീക്ഷ തന്നെയാണ് നമുക്കും വെച്ചുകൊടുക്കാൻ സാധിക്കുക. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നേവി ഔദ്യോഗികമായി പങ്കുവെക്കും വരെ. ശരി, ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. കപ്പൽ ചാലിന് പുറത്ത് സുരക്ഷിതമായി അതിനെ മംഗളൂർ ഭാഗത്തേക്ക് മാറ്റാനാണ് തീരുമാനം. പുറംകടലിലേക്ക് അതിനെ വലിച്ചുകൊണ്ടുപോകും. ഇപ്പോഴത്തെ നിലയിൽ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ അത് ഒരുപക്ഷെ നാളെ തന്നെ ആ ജോലികൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് നാവികസേന പ്രതീക്ഷിക്കുന്ന. ഏറ്റവും പുതിയ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് ശ്യാംകുമാർ പങ്കുവച്ചത്.